തലാഖിൽ എണ്ണം അധികരിക്കുന്ന കഥ. അതത് പറഞ്ഞാലും കരുതിയാലും സമമാണ്. അതത് പറയണമെന്നില്ല. തലത്തുക്കി എന്ന് പറഞ്ഞു, 2 എന്ന് കരുതിയാൽ 2 ആയി, 3 എന്ന് കരുതിയാൽ 3 ആയി. തലത്തുക്കി പറഞ്ഞിട്ട് ചിലയാള് തിരിച്ചെടുക്കുന്നു. അത് അവൻ കരുതിയിട്ടില്ലെങ്കിൽ മാത്രം. 3 എന്ന് കരുതിപ്പോയിട്ടുണ്ടെങ്കിൽ വേറൊരു മുഹല്ലിൽ വന്ന് കെട്ടി സംയോഗം ചെയ്ത് തലാഖ് ചൊല്ലി വളരെ വൈകട്ടെ. അതത് സ്വീകരിക്കുന്നത് പറയൽ കൊണ്ടുമാകാം, കരുതൽ കൊണ്ടുമാകാം. അപ്പൊ കരുതിയോ ഇല്ലയോ എന്ന് ആദ്യം ചോദിക്കണം. നീ എന്താ പറഞ്ഞത്? തലത്തുക്കിന്നു. എന്നാ ഒരു തലാഖ് എന്ന് അലല്ലി തലാഖ് ഇങ്ങനെ പാസാക്കൽ. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റോ, അല്ലെങ്കിൽ പുനർവിവാഹം പറ്റോ എന്നെല്ലാം നോക്കണ്ടെങ്കിൽ കരുതിയത് എത്രയെന്നത് ചോദിക്കണം. തലാഖിന്റെ അതതിന് അങ്ങനെ ഒന്നുണ്ട്. മൽഫൂദ് തന്നെ ആവണമെന്നില്ല. മൻവിയായാലും എന്താകും, എണ്ണം പിടിക്കും. അപ്പൊ എണ്ണത്തിനനുസരിച്ച് അഹ്കാമ് മാറൂലേ. ഫസ്ലുൻ ഫീ തഅദ്ദുദി ത്വലാഖി ബിനിയ്യത്തിൽ അദദി ഫീഹി. തലാഖിൽ അദദ് കരുതൽ കൊണ്ട് തലാഖ് എണ്ണമാകും. നസ്വാക്കി പറയണമെന്നില്ല, ഇത് മതി. പറഞ്ഞാലും എണ്ണമാകും. 2 മാർഗങ്ങളാണുള്ളത്. ഒന്നിക്കൽ എണ്ണം പറയുക, അല്ലെങ്കിൽ കരുതുക. ഉപകരിക്കുമോ? ഇസ്തീനാഫെങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചാൽ അത് തഹ്കീദാണോ ഇസ്തീനാഫാണോ? അതാ എന്ന് പറഞ്ഞത്. ഒരാള് പറയുന്നു തല്ലത്തുക്കി ലൗഖാല എന്നർത്ഥം, അല്ലെങ്കിൽ അന്തിദാലിഖുൻ എന്ന് പറയാൻ കാരണം ഖിതാബേ വേണമെന്നില്ല. എന്റെ ഭാര്യക്ക് തലാഖുണ്ട്, ഇവിടെ തല്ലത്തുക്കി എന്ന് പറയുമ്പോ ഖിതാബ്, അന്തി താലിഖ് എന്ന് പറയുമ്പോ ഖിതാബ്. അപ്പൊ എന്ത് തോന്നിപ്പോകും? ആ ഖിതാബേ നമുക്ക് വേണ്ട. അതാണ് അവൻ അഹവദാലിക്ക എന്ന് പറഞ്ഞത്. ഖിതാബിന്റെ ആവശ്യമേ നമ്മൾക്കില്ല. അവൻ അഹവദാലിക്ക, എന്റെ ഭാര്യ താലിഖാണ്. അവിടെ ഖിതാബുണ്ടാ. തല്ലത്തുക്കി കീ എന്ന് പറഞ്ഞ ഖിതാബുണ്ട്, അന്തി താലിഖിന്റെ അടുത്തും ഖിതാബുണ്ട്. ഖിതാബ് ചേർത്തുണ്ടോ? സ്വരീഹിന്റെ സീഹകൾ ഇനിയുമുണ്ടല്ലോ. അവിടെ കരുതുകയോ പറയുകയോ ചെയ്താൽ എണ്ണം അധികരിച്ചു എന്നാണ്. അവൻ പറഞ്ഞതേ ഇല്ല, കേട്ടവർ ഒന്നാണെന്നാ മനസ്സിലാക്കുന്നത്. 1 എന്നാണ് മനസ്സിലാക്കുന്നത്, അതത് പറയാത്തത് കൊണ്ട്. പക്ഷെ അവന്റെ മനസ്സിൽ തോന്നി തലത്തുക്കി എന്ന് പറയുമ്പോഴേക്ക് 2 എന്ന് ഓർമ്മ വന്നു, 2 ആയി. തലത്തുക്കി 3 എന്ന് തോന്നിപ്പോയി, 3 ആയി. അപ്പം പിന്നെ ഇവന്റ് കിട്ടാണ്ടാവും. അപ്പൊ അധിക മസാലയിലും ജനങ്ങൾ പെടുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞു? തലത്തുക്കി എന്ന്. എന്നാ എനിക്ക് മടക്കിയെടുക്കാം. 1 ആയിട്ടുള്ളത് എങ്ങനെ 1 ആയിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ച? നീ എന്താ കരുതി? 1 എന്നാ നിനക്ക് കിട്ടും. 2 കിട്ടും. 3 ആഗ്രഹിച്ചു പോയെങ്കിൽ പിന്നെ 3 തന്നെ ആയി. പിന്നെ ഇവന് കെട്ടൽ ജായിസാവോ? ഈ മസല 99% ആളുകൾക്ക് അറിയില്ല. നാവിൽ പറഞ്ഞ മാത്രമാണ് നോക്കുന്നത്. അതത് മൻവിയായാലും മതി. അതതിന്റെ ഉപകാരം കിട്ടുമോ? അതതിന്റെ അക്കാമ വരും. 2 കരുതിയാൽ 2 ആയി, 3 കരുതിയാൽ 3 ആയി. സീക കാണാൻ 1 ഉള്ളൂ. സീക എല്ലാം അതാറാക്കുന്നു. അതിന്റെ കൂടെ മൻവിയും കൂട്ടണം. മാനവാവും അവ കരുതിയത് മുഴുവനും വലിച്ചു. സംയോഗം ചെയ്യപ്പെട്ടവണ്ണായാലും
ചെയ്യപ്പെടാത്ത പെണ്ണായാലും എല്ലാം കണക്ക് തന്നെ. മനസ്സിൽ എന്താണോ ഉദിച്ചു വന്നത്, തലത്തുക്കി എന്ന് പറയുമ്പോ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, തലത്തുക്കി അന്നേരം 3 എന്ന് തോന്നിപ്പോയില്ലെങ്കിൽ എന്തായി? അതതിനെ താങ്ങിയപ്പോൾ, ലഫ്ള് അതതിനെ താങ്ങി എന്നെങ്ങനെ പറയും? താങ്ങിയതിന് തെളിവ് കാണിക്കും. ബിദലീലി ജവാസി തഫ്സീരിഹി ഫീഹി. ബിദലി താങ്ങി എന്ന് എങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുന്നു? ലഫ്ള് അതതിനെ താങ്ങിയപ്പോൾ, ലഫ്ള് അതതിനെ താങ്ങി പിടിച്ചിട്ടുണ്ട് പോലും, അങ്ങനെ കിട്ടി. ബിദലീലി താങ്ങി എന്നതിന് തെളിവ്, ബിദലീലി ജവാസി തഫ്സീരിഹി ഫീഹി. എന്താണ്? ലഫ്ളിനെ തഫ്സീർ എടുക്കാം അതത് കൊണ്ട്. ബിദലീലി ജവാസി തഫ്സീരിഹി, ലഫ്ളിന് തഫ്സീർ നൽകാമല്ലോ ഫീഹി, ഏതുകൊണ്ട്? എങ്ങനെ? അന്തിത്വാലിക്കും സലാസത്തത്ലീഖാത്തിൻ എന്ന് പറഞ്ഞു. അന്തിത്വാലിക്കും സലാസൻ എന്താണ്? ഈ സലാസ് എന്നത് തഫ്സീർ അല്ലേ? അന്തിത്വാലിക്കും എന്ന ലഫ്ലിൻ അതാണ് പറഞ്ഞത്. ലഫ്ലിന്റെ അകത്ത് തന്നെ അതത് ഒളിച്ചു കിടക്കുന്നുണ്ട്, പുറമേ അല്ല ഒളിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെയാ നിങ്ങൾ പറഞ്ഞത്? എങ്ങനെ? ബിദലീലി ജവാസി തഫ്സീരിഹി, തലാഖിന്റെ ലഫ്ളിന് തഫ്സീർ എടുക്കാം ബിഹി, ഏതുകൊണ്ട്? ആ അന്തിത്താലിക്കും സലാസ് എന്ന് പറയുമ്പോ ഈ സലാസ് എന്താണ്? എന്തിന്റെ? അന്തിത്താലിക്. തഫ്സീർ കിട്ടിയില്ലേ? കാന കിനായത്തൻ ഫീഹി, കാന ആ ലഫ്ളായി കിനായത്തൻ സൂചനയായി ഫീഹി അതതിൽ ഫവഖഅ ഖത്അൻ. അപ്പൊ കരുതിയാലുണ്ടാവും, സംഭവിക്കും. അതിനെ തൊട്ട് ഫിറാറാക്കാൻ സാധ്യമല്ല. വസ്തുഷ്കില ഫവഖഅ ഖത്അൻ എന്നത് സംശയമാക്കപ്പെട്ടു വേറൊരു മസ്അലയുമായിട്ട്, വേറൊരു മസ്അലയുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ഒരാള് പള്ളിയിൽ എത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി, അന്നേരം 3 ദിവസം 5 ദിവസം നേർച്ചക്കത്തിലെ പുതുവണ്ടേ, ഞാൻ തലാഖിലെ പുതുവണ്ടേ. ഏത്തിക്കാഫ് നേർച്ചയാക്കുന്ന സമയത്ത് അതത് എന്തായിരുന്നു പോലും കരുതി, എന്നാൽ അത്ര അത് തന്നെ ഇരിക്കണം. ഞാൻ പള്ളിയിൽ ഏത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി അയ്യാന്ന് പറഞ്ഞാൽ 3 ദിവസം ഇരുന്നാൽ മതി. അവൻ്റെ മനസ്സിൽ 12 ദിവസം ഒന്നാണ്ട് അവിടെ നീയത്ത് ഉപകരിച്ച അവൻ കരുതിയ അത്ര തന്നെ ഇരിക്കണോ വേണ്ടയോ? എന്തുണ്ട്? വേണ്ടേ വേണ്ടെന്ന് മുത്തമത് കാല ദർക്കശിയോ അല്ലാമ ദർക്കശി പറയുന്നു. വ്യത്യാസം തലാഖും ഇത്തിഖാഫും തമ്മിൽ വ്യത്യാസം. അന്ന തലാഖ തദ്ഖുലുഹു അൽ കിനായ, തലാഖിൽ എന്ത് കടക്കും? ബിഖിലാഫിൽ ഇത്തിഖാഫി, ബിഖിലാഫിൽ ഇത്തിഖാഫി, ഇത്തിഖാഫിൽ എന്തില്ല? ഇല്ല പോലും. അയ്യോ അങ്ങനെ എങ്ങനെ ഇത്തിഖാഫിൽ എങ്ങനെ കിനായത്തില്ലാണ്ടെങ്കിൽ? ഇത്തിഖാഫ് യൗമിൻ, ഒരു യൗമിന്റെ ഇത്തിഖാഫ് എന്ന് പറഞ്ഞു. അനവാമായ ലൈലത്തിഹി, അവിടെ കിനായത്ത് തീർച്ചയായും ഉണ്ടല്ലോ. ഉണ്ട് 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 ഉണ്ട്. ഈ ഫർക്ക് പറയാൻ പാടില്ല. വലൈസ ബിശാഫി, ഇത് സ്വീകാര്യമാണോ? ഇങ്ങനെ ഫർക്ക് പറയൽ വലൈസ ബിസഹീഹ്, ഇത് സമാധാനമുള്ള മറുപടിയല്ല, സ്വഹീഹുമല്ല. നിങ്ങൾ ഉത്തരം പറയും. വല്ലദീ യത്രിഉ ബിൽ ഫർഖി അന്ന തഅദ്ദുദ ഫിൽ അയ്യാമി, അയ്യാമിലുള്ള തഅദ്ദുദ് ഖാരിജുൻ, അയ്യാമിലുള്ള രണ്ടോ ഒരാഴ്ച എന്നോ 14 ദിവസം എന്നോ 30 ദിവസം എന്നോ എന്ന കണക്ക് ഖാരിജ് എന്ന ഹഖീഖത്തിൽ ഇത്തിഖാഫ് ശറഈയ.
لأن السارية لم يربطها لأن السارية لم يربطها ها നല്ല വണ്ടി ഹൂ നല്ല വണ്ടി എത്തിക്കാഫിനെ ബന്ധിപ്പിച്ചിട്ടില്ല യാതൊരു മയ്യനിൻ തസ്കീറായിരുന്നു നല്ലതുപോലും അങ്ങനെ വെച്ചിട്ട് ഹഖീഖത്തിലേക്ക് മുടക്കിയതാണ്. എന്താക്കിയിട്ടില്ല, എണ്ണം കൊണ്ട് കണക്കാക്കിയിട്ടില്ല പോലും. എവിടെ بخلاف التعدد في الطلاق فإنه غير خارج عن حقيقته الشرعية. അങ്ങനെ ആകില്ല. തലാഖിന്റെ പരമാവധി 3 ഉണ്ടല്ലോ, പിന്നെ അതിന്റെ അപ്പുറം അതത് ഇല്ലല്ലോ, അപ്പൊ ഫിറ്റിംഗ് ഉണ്ട്. ശരയ്യായിട്ട് എത്തിക്കാഫിന് അങ്ങനെ നിലയും വിലയും ഉണ്ടാ എണ്ണത്തിന് എത്രയാകാലോ, അരിയോ ആകാം, മുക്കാലും ആകാം, 4.25 ആകാം. അപ്പൊ അതാ പറഞ്ഞത്, അവിടെ എണ്ണത്തിന് യാതൊരു സ്വീകാര്യതയും ഇല്ലാതെ എത്തിക്കാഫിന്റെ തൈരീഫിൽ. തലാഖിൽ എന്തുണ്ട്, 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ള ഒരു വ്യവസ്ഥ എപ്പോഴും ഉണ്ട്. എപ്പോഴും മുലാസിമാണ് തലാഖിൽ എണ്ണത്തിൽ, അല്ലേ? എന്താവും فكان المنوي هنا داخلا في لفظه. എന്തായി, മൻവിയെ ലഫ്ദിൽ പറഞ്ഞതുപോലെ തന്നെയായി. ഇഹ്തിമാലിഹി ലഹു ശർആ, ശർഈയായിട്ട് ഇഹ്തിമാലുണ്ടല്ലോ. 3 എന്നത് തലാഖിന്റെ അനിവാര്യ അദദാണ്. അതുകൊണ്ടല്ലേ 3 ഉണ്ടോ 3ൽ താഴെയോ എന്നല്ലേ സംസാരം. ബിഖിലാഫിഹി തമ്മ فإنه خارج عن لفظه والنية بعدها لا تؤثر في النذر والنية بعدها لا تؤثر في النذر. നിയ്യത്ത് നദറിൽ ഉപകാരം ചെയ്യോ? എന്തായി അപ്പൊ ഏത്തിക്കാഫിൽ കിനായത്തുണ്ട് എന്നാണ്. ഒരു ദിവസം ഏത്തിക്കാഫിരിക്കുന്ന നേർച്ചയാക്കി, പക്ഷെ ഓന്റെ കരുത്ത് എന്താന്ന്, പകലും രാത്രിയാണ്. എന്നാ രാത്രിയും ഇരിക്കേണ്ടി വരുന്നില്ലേ, അല്ലേ? വല്ലതീയത്ത് ജീവൽ ഫർഖി എന്ന് പറഞ്ഞെടുത്ത് ഒരു ചോദ്യം പറയുന്നുണ്ട്. നവായ്യാം എന്ന് പറഞ്ഞാൽ വലിയ എത്തിക്കാഫ് ഫീ തിൽക്കൽ അയ്യാം, വലിയ എത്തിക്കാഫ് ഫീ തിൽക്കൽ അയ്യാമി ഗൈറു ഖാരിജിൻ അൻ ഹഖീഖത്തിൽ എത്തിക്കാഫ് കഅദമി ഖുറൂജിൽ അദദി അൻ ഹഖീഖത്തി ത്വലാഖി. ദാഖിലായിട്ടല്ലേ വരുന്നത്. അങ്ങനെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് അവസാനം ഞാൻ പറഞ്ഞത്. അദമു ഖുറൂജി തഅദ്ദുദി അനിൽ ഹഖീഖത്തി ശർഈയത്തി എന്ന അർത്ഥം മനസ്സിലാക്കാണ്ടാണ് സംസാരിക്കുന്നത്. അൽ മുറാദു മിൻ അദമി ഖുറൂജി തഅദ്ദുദി അനിൽ ഹഖീഖത്തി ശർഈയത്തി അൻ യകൂന ലഹു ഫി ശർഈ അദദുൻ മുഅയ്യൻ ലാ യതജാവസു അൻഹു. ശർഈ ഒരു അദദ് നിശ്ചയിച്ചിട്ടുണ്ട്, അത് വിട്ടുകടക്കാൻ പാടില്ല. ആ രൂപത്തിൽ ഫിറ്റിങ്സ് ഉണ്ടോ? അത് ഉണ്ട്, അവിടെ ഉണ്ട്. തലാഖിലുണ്ട്, അവിടെ ഇല്ല. ഇത്തികാഫിൽ ഇല്ല. അതാണ് എല്ലാം ക്ലിയറായി. ഇതിപ്പോ സ്വരീഹിൽ എണ്ണം കരുതിയതാണ്. കിനായത്തിൽ എണ്ണം കരുതിയ ഉപകരിക്കുമോ ഇല്ലയോ? കിനായത്തിന്റെ അകത്ത് നീ വേണ്ട, നീ ഓടുന്നു നേരം 3 എന്ന് കരുതി 3 ആവോ? ഇപ്പൊ സ്വരീഹിന്റെ അല്ലേ പറഞ്ഞത്. കിനായത്തിലോ ഫഖദൽ കിനായ കിനായത്ത് ഉച്ചരിക്കുമ്പോൾ എന്ത് ബുദ്ധി വന്നു? അയ്യോ, മനസ്സിലാശ വന്നു. നീ വേണ്ട, നീ പോട്, നീ എത്ര എടുക്കും, നിന്നെ കൊണ്ട് എന്താ കാര്യം? ഇതെല്ലാം കിനായത്തല്ലേ. കിനായത്ത് തലാഖാവണ്ടിക്ക് വിവാഹബന്ധം മുറിക്കുന്നു എന്നുള്ള കരുത്ത് വേണ്ടേ? കരുത്തുണ്ട്. അന്നേരം 1 എന്ന് കരുതിയാൽ 1 ആയി, 2 എന്ന് കരുതിയാൽ 1 കരുതിയിട്ടില്ലെങ്കിൽ 1 ആയി, 2 എന്ന് കരുതിയാൽ 2 ആയി, 3 എന്ന് കരുതിയാൽ എന്തായി? അവിടെയും എണ്ണം പരിഗണിക്കും. നിയത്ത് പറയാന്നെ വേണം. ഇതെന്ന് പറഞ്ഞാൽ കിനായത്തല്ലേ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സീനല്ലേ. അപ്പൊ അതത് എടുത്ത് പറയാന്നെ വേണം എന്നാണോ?
തലാഖിന്റെ കിനായത്ത് 22 കിനായത്തുകളിൽ പറഞ്ഞില്ലേ? കിനായത്ത് കൊണ്ടാണ് തലാഖ് കൊടുത്തത്. നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോക്കായി എന്നെല്ലാം പറയുന്ന വാക്കുണ്ടല്ലോ. അവിടെയും അതത് തോന്നിപ്പോയാൽ എന്തായി? അതത് വലിക്കോ ഇതാവും. അങ്ങനെ കിനായത്തിന്റെ അകത്ത് അതത് എത്തിയാൽ അതതാകുന്നുണ്ട് എങ്ങനെ? അത് സ്വീകാര്യോഗ്യമായ ഹദീസിന് വേണ്ടി. അന്ന റുക്കാന എന്ന് വായിച്ചോളണം. മുജീരിമി പറഞ്ഞു 4311 ഇരിക്കാന. ഷെർവാനിയിലുണ്ട് 9399 ഇരിക്കാന. ഇരിക്കാന ഒരാളെ പേരാണ്. ഇരിക്കാന എന്ന ആൾ കസറ് തന്നെ പറയണം. മുജീരിമി വാശി പിടിക്കുന്നത് 4311 ഷെർവാനി 9399 ഇരിക്കാന എന്ന് വായിക്കണം. ലമ്മാണ് വേണ്ടത്. ലമ്മ വേണ്ടത് എന്നാല് പറയുന്നു. മിസ്ബാഹ്, ആമൂസ്, മുഖ്താർ. റിക്കാന എന്ന് പറയുന്ന ആളുടെ സംഭവം ഉണ്ട്. അത് 9 കിട്ടി. 9 പണ്ട് തള്ളിയിട്ടത്. നിനക്ക് ശക്തി ഉണ്ടാ, നീ ഞാൻ ഒന്ന് കൈ നോക്കുന്ന 9 മറ്റേതാണ്. അതിൻ്റെ അടിയിൽ 399 ഈ കാലത്തുമായിട്ട് വലിയ അക്കൗണ്ട് ഉണ്ട് നബിതങ്ങൾക്ക്. അത് പേരില് ഒരു സംശയം ലമ്മോ കസറോ അതൊന്നും കൈക്കോട്ടെ. ഒരു സംഭവം തലാഖ് ചൊല്ലിയ സംഭവമുണ്ട്, പിന്നെ മരത്തി കടത്തിയ സംഭവമുണ്ട്. 399 ഇക്കാലത്തുമായിട്ട് എന്തായത്? നബിതങ്ങൾ കുസ്തി കാണിച്ചില്ലേ ദിഖാനിയോട് അല്ലെ റുക്കാനിയോട്? ആട് തരണം എന്ന് പറഞ്ഞിട്ട്. ആട് തള്ളിയിട്ടാല്, ഞാൻ നിന്നെ തള്ളിയിട്ടാല് നിങ്ങൾ എനിക്ക് ആട് തരണം. അതേ സമയത്ത് ഞാൻ നിങ്ങളെ തള്ളിയിട്ടാല് നിങ്ങൾ എനിക്ക് ആട് തരണം. മത്സരം, തള്ളു മത്സരം കുസ്തി അബൂദാവൂദിലുണ്ട്. 40 ആള് കൂടിയാൽ പോലും നബിതങ്ങളെ തള്ളാൻ കഴിയില്ല പോലും. ദിക്കാനത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്താന്ന് പോലും 400 ആൾ കൂടിയാൽ വേറെ തള്ളാനും വിൽക്കാനും കഴിയില്ല. ജബൽ പോലെയാണ് ദിക്കാനത്ത് വീമ്പളക്കി. എന്നെ തള്ളാൻ ഏത് സൃഷ്ടിക്കാണ് സാധിക്കുക? നബിതങ്ങൾ പറഞ്ഞ് വാശി നോക്കാം. ഞാൻ നിങ്ങളെ തള്ളിയിട്ടെങ്കിൽ എന്ത് തന്നോണ്ടോ? ആട് കൊടുത്തല്ലോ. ഇസ്ലാമായി അന്നേരം പറഞ്ഞ് നിങ്ങളുടെ ആട് നിങ്ങൾ തന്നെ എടുത്തോ, നമുക്ക് ആട് വാങ്ങാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകേട് കാണിക്കാൻ വേണ്ടി ഞാനെടുത്ത പണിയാണ്. നിങ്ങളോട് ആടൊന്നും വാശി പിടിച്ച് പെറ്റടിച്ച് വാങ്ങാൻ പാടില്ല. ആക്കി കൊടുത്ത് മത്സരത്തിന്റെ ഭാവിയിൽ 9399 ഗുസ്തി മത്സരം പാടുണ്ടോ? പാടില്ല. നബിതങ്ങള് ഗുസ്തി മത്സരം നടത്തിയില്ലേ റിക്കാനത്തുമായിട്ട്? അബൂദാവൂദിലില്ലേ? അത് ഇന്നമാക്കാനത്തിൽ നിങ്ങളെ കൊണ്ട് ഒരു പുല്ലുമാവുകയില്ല എന്ന് വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. കാരണം ഏത് പടപ്പ് വന്നാലും റിക്കാനത്തിന് തള്ളിയിടാൻ കഴിയില്ല എന്നാണ്. നബിതങ്ങൾ ഒരു ഒന്നും മുളക്കായാണ് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞ് അവിടുന്ന് തന്നെയാണ് എല്ലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കെട്ടിവെച്ച ആടുണ്ടല്ലോ എല്ലാം എടുത്തോ, അതൊന്നും നമ്മൾക്ക് ജായിസല്ല കേട്ടാ. മത്സരം കൂലി വാങ്ങിക്കൊണ്ടെന്ത് പറ്റൂല, എന്താക്കാൻ പറ്റൂല. ആട് എല്ലാ കടലിലും നിമിഷങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇവിടെ ആട് കൊണ്ടേക്കുകയും ചെയ്തു. അത് അയാൾക്ക് ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത പണിയാണ്. അല്ലെങ്കിൽ അയാൾ ഇവിടെ നിൽക്കുന്നുണ്ട. ഇസ്ലാമായപ്പോൾ തിരിച്ചും കൊടുത്ത് ആ സംഭവമാണ് ഇത്. എന്നിട്ട് എന്താ വേണ്ടി ഇപ്പോ
റിക്കാന അല്ലെങ്കിൽ റുക്കാന എന്ന് പറയുന്ന ആള് ത്വല്ലഖ ഇംറാഅതഹു അൽബത്ത, ത്വല്ലഖ ഇംറാഅതഹു അൽബത്ത, അൽബത്ത ചേർത്തിക്കൊണ്ട് തലാഖ് ചൊല്ലി. അൽബത്ത അൽബത്ത ചേർത്താൽ കിനായത്തെ ആവും. നിന്നെ മുറിച്ചു, നിന്നെ ഞാൻ മുറിച്ചു. അൽബത്ത എന്ന് പറഞ്ഞാൽ അത് കിനായത്തിന്റെ ശീലയാണ്. ആ രൂപത്തിലെ ഇവർ സംസാരിക്കുന്നു. അൽബത്ത ഉള്ളിടത്തോളം എന്നർത്ഥമുണ്ട്. അന്നേരം പിന്നെ മസല വേറെ രീതിയിലേക്ക് മാറും. 3 തലാഖ് ചൊല്ലിയ സംഭവം അന്നേരം കണ്ടോ. 3 തലാഖായാലും മറ്റേ നമ്മൾക്ക് ഇവിടെ കിനായത്തിനാണ് തെളിവെടുക്കുന്നത്. അപ്പൊ ആ രൂപത്തിലാണ് വെക്കേണ്ടത്. ബത്ത ബത്ത പറഞ്ഞിട്ടുണ്ടല്ല കിനായത്തിൽ, ബത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തലാഖ് കിനായത്തിന്റെ സീഹ. സുമ്മക്കാല അയാൾ പറയുന്നു ആറത്തു ഇല്ല വാഹിദ, വിവാഹം മുറിക്കാൻ കരുതി. ഇനി എത്ര? ഒന്നേ കരുതിയിട്ടുള്ളൂ എന്ന് സത്യം ചെയ്യിച്ചു. വറദ്ദായി, പെണ്ണിനെ തിരിച്ചു കൊടുത്തു. അതിലേക്ക് നീ തിരിച്ചെടുത്തോളിനൊന്നും പേടിക്കണ്ട. അടന്താ കിട്ടുന്നു ഇതല്ല ഈ തഹരീഫ്. എന്ത് തഹരീഫ്? ഒന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മാറത്തു ഇല്ല വാഹിദ, അതുകൊണ്ട് തിരിച്ചെടുത്തോ. 1 ആണോ 2 ആണോ 3 ആണോ എന്ന് പരിശോധിക്കുക നബിതങ്ങൾ. അന്നേരം റുക്കാന പറഞ്ഞ് ഞാൻ എത്രേ കരുതിയിട്ടുള്ളൂ, എന്നാ നീ തിരിച്ചെടുത്തോ. ഈ സംഭവം, ഈ തഹരീഫ് ഒന്നേ കരുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചു എന്ന ഈ തഹരീഫ് അറിയിച്ചു. അലാ അന്നഹു ലൗ അറാദ മാ സാദ അലിഹ, ഒന്നിലുപരിയെങ്ങാനും കരുതിയെങ്കിൽ ഒന്നേ ഉള്ളൂ, അധികമില്ല ഇല്ല. അപ്പൊ അധികം കരുതി പോയിട്ടുണ്ടെങ്കിൽ അധികവും ഫലിക്കും എന്നല്ലേ വരുന്നത്. വൈല്ല, അധികം കരുതിയാൽ അധികം ഫലിക്കൂല എങ്കിൽ ലം യകുൻ ലിസ്തിഹ്ലാഫിഹി ഫായിദ, സത്യം ജയിച്ചതിന് മേലെ ഉണ്ടാവോ? അപ്പൊ എന്തായി? അപ്പൊ ഇവിടെ സത്യം ഫലിച്ചത് മാടിയാണ്. കിനായത്തിന്റെ അകത്തല്ലേ, കിനായത്തിന്റെ അകത്തല്ലേ എന്തായത് നീയത്ത് ഫലിച്ചത്. ഈ അതത് എപ്പാ കരുതേണ്ടിയ നേരം, കരുതേണ്ട സമയം. ഒന്നിനെ കരുതണ്ട. 2 എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് ഇനി ഒരു തലാക്കേ ബാക്കി ഉണ്ടാവുള്ളൂ. വിവാഹബന്ധം മുറിക്കാൻ കരുതണ്ടേ? ആ കരുത്ത് പോലെ തന്നെയാണ് ഇതിന്റെ കരുത്തു, സമയം. അത് 19 സ്ഥാപിച്ചിട്ടുണ്ട്. കിനായത്ത് ഉച്ചരിക്കുമ്പോ വിവാഹബന്ധം മുറിക്കുന്നു എന്ന് കരുതണ്ടേ? അവിടെ എത്രയോ കൗലുകൾ നടന്നില്ലേ 19-ാം പേജിൽ. അതൊക്കെ ഇവിടെയും വരും. നമസ്കാരം പോലെയാണ്, തുടക്കം മുതൽ അവസാനം വരെ നിയത്ത് വേണം. തലാഖിന്റെ നിയത്തിലെ കിനായത്തായ സീഹ ഉണ്ട്. തലാഖ് ചെല്ലുമ്പോൾ വിവാഹബന്ധം മുറിക്കുന്നു എന്ന കരുത്ത് വേണ്ടേ? ആ കരുത്ത് അവലിൽ മതി, പിന്നെ ഇല്ലെങ്കിൽ സാരമില്ല, എവിടെയെങ്കിലും മതി. അങ്ങനെയൊരു തുടക്കം മുതൽ അവസാനം വരെ അത് നീണ്ടു നിൽക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ നിയത്ത് നീണ്ടു നിന്നത് പോലെ അങ്ങനെ മിന്നാജ് വാശി പിടിച്ചതുമില്ലേ, അതൊക്കെ ഇവിടെ തിരിച്ചു വരില്ല നേരം. അവിടെ അതത് കരുതുന്ന പുറമേ കരുതിയാൽ ഫലിക്കോ? വനിയ്യത്തുൽ അദദി കനിയ്യത്തി അസ്ലി തലാഖി ഫീമാ മറ 19-ാം പേജിൽ 19 മണിക്കൂർ കിട്ടും. പക്ഷെ അടുത്ത തഹസീലി നിയ്യത്തിൽ കിനായത്തി 19 മണിക്ക് പക്ഷെ അടുത്ത തഹസീലി അതാ ഇഖ്തിറാനുഹാ ബികുല്ലി ലഫ്ളി എന്താ 19 അവിടെയല്ലേ നിങ്ങൾ വളരെയധികം പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. മിന്നാജ് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ നിയ്യത്ത് ദായിമിയാക്കണം.
മുഹത്തമത് പറയുന്നത് തുടക്കത്തിൽ മതി. പിന്നെ എന്തായാലും വേണ്ടിയില്ല, തുടക്കത്തിലാണ് നമുക്ക് വേണ്ടത് പോലെ. അതല്ലേ നിരവധി ആൾക്കാർ അംഗീകരിച്ചത്. പിന്നെ ഒരു പറയുന്നത് തീർന്നതിന് മുമ്പ് എപ്പായാലും മതി. അതേപോലത്തെ കേസ് ഇനിയും വരും. പിന്നെ നീയത്ത് ചേർന്നിരിക്കണം. ആകുമ്പോൾ തന്നെ ഇബ്തിദായിലാണോ അല്ല തീർന്നതിന് മുമ്പ് മധ്യത്തിലോ അവസാനത്തിലോ എവിടെയും മതിയോ? എന്ന് പറഞ്ഞാൽ ഈ പായ്ക്കരുന്നെല്ലാം നൂല് വലിക്കുന്നവരെ അതിൽ തന്നെ ഉള്ളത് ഇങ്ങനെ വെച്ചിട്ടെടുക്കുന്നത്. കാലാവൃത്തം പറയുന്നു അന്തിതാലിക്കുൻ സലാസൻ അലാസായിൽ മദാഹിബി. എല്ലാ മദ്ഹബ് പ്രകാരം 3 സഹിയാകുമെങ്കിൽ നിന്നെ 3 ചൊല്ലിയിരിക്കുന്നു. എല്ലാ മദ്ഹബിലും അംഗീകാരം കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടോ? 3 ഒന്നിച്ച് ചൊല്ലിയാൽ 3 ആവൂലെന്ന് മദ്ഹബില്ലേ? അപ്പൊ കഴിഞ്ഞില്ലേ? എന്താ വേണ്ടി? അലാ സായിദിൽ മദാഹിബി എന്ന് കൈ കൊടുത്തു. അന്തിതാലിക്കും സലാസൻ അലാ സായിദിൽ മദാഹിബി ഫഫീഹി. ഇതിലുണ്ട് ഖിലാഫുണ്ട്. മറ 8 പേജിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. 8-ലല്ലേ ഇങ്ങനെ പഠിച്ചത്, ഇതൊന്നും ഓർമ്മയില്ലാതെ 8-ലതാ 8-ാം പേജ് മറിക്കുമ്പോൾ കിട്ടും. എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടവും ലഹളിയും ഉണ്ട് എന്നല്ലേ? എന്നാ 3 തന്നെയായി. വിനസഭാഗം അല്ലാത്തവരും പറയും കാവ്യ മുത്തൈവ എതിർത്തിട്ടുണ്ട്. ചില മദ്ഹബിൽ 3 ഒന്നിച്ച് ചൊല്ലിയാൽ 3 ആവൂലല്ലോ. അത് നോക്കണ്ട. ഇവിടെ ഞെട്ടിക്കലാണ്. ഇവിടെ മുറാദ് ഞെട്ടിക്കലാണ് മുറാദ്. 3 ഒന്ന് കേൾപ്പിച്ചിട്ട് ഇതായിരിക്കൂല മുറാദ്. അതുകൊണ്ട് തന്നെ എല്ലാ മദ്ഹബിലും സ്വീകാര്യത ഉണ്ടെങ്കിൽ മാത്രമേ 3 ഉള്ളൂ എന്ന ഭാഷയിലാണ് അവൻ പറഞ്ഞതെങ്കിൽ അവിടെ 3 ആകുന്നുമില്ല. കാരണം എത്രയും മദ്ഹബ് എതിർക്കുന്നുണ്ടല്ലോ. 3 ഒരേ നിലപ്പിൽ ചെല്ലിയ 3 ആവൂല എന്ന് പറഞ്ഞവരും ഉണ്ടല്ലോ. അതൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട് 8-ാം പേജിൽ. അവിടെ പറഞ്ഞിന് മനുഷ്യ നിനക്ക് അധികം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നോക്കിക്കോ, 48-ൽ നോക്കിക്കോന്നു. അവിടെ തന്നെ ഉണർത്തി 48 പഠിക്കുന്നു. അങ്ങനെ 48 ഇവിടുന്ന് പറയുന്നു. ഖിലാഫും മറാൻ മനുഷ്യ നീ 8-ാം പേജ് പഠിച്ചിട്ട് വന്നാ മതി. വല്ലതീയത്തജിഹു അന്നഹു ഇന്നവാ ബിദാലിക. അവൻ ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് ശിദ്ദത്തല്ലിനായത്തി, പരിഗണനയുടെ അങ്ങേയറ്റം. തൻജീസി തലാഖ് തൻജീസായി സംഭവിക്കണം. അലായിക്കി ബന്ധം മുറിക്കലും അവൻ കരുതിയത് പെണ്ണിന്റെ കണക്ക് കഴിക്കണമെന്ന് തന്നെയാണ്. അല്ല സാഹിൽ മദാഹിബി എന്ന് പറയാൻ കാരണം ഇന്നവാബിദാലിക്ക സിദ്ധത്തല്ലിനായ പരിഗണനയുടെ അങ്ങേയറ്റം അഞ്ചീസ് കൊടുത്തു. തരീഖെല്ലാം എല്ലാ മദ്ഹബും പരിശോധിച്ചിട്ട് എല്ലാ മദ്ഹബും ശരിവെക്കുന്നുണ്ടെങ്കിൽ 3 തന്നെ ആക്കിക്കോ, ഇല്ലെങ്കിൽ 1 2 ആക്കിക്കോ. അങ്ങനെയാണോ? അല്ല. എന്ത് തഹ്വീലാത്ത്? 3 ആകൂല എന്ന് പറയുന്ന ആ തഹ്വീലാത്ത് മുറിക്കലാണ് മുറാദ്. 3 ആകൂല എന്ന് പറയുന്ന മദ്ഹബൊന്നും നമുക്ക് വേണ്ട. അത്ര കർശനമാണെങ്കിൽ എന്തായി? അതേ സമയത്ത് അവൻ തൈലീഖാണ് കരുതിയത്. എല്ലാ മദ്ഹബും പരിശോധിച്ചിട്ട് എല്ലാ മദ്ഹബ് പ്രകാരവും എൻ്റെ ഈ വാക്ക് കൊണ്ട് 3 ആകുന്നുണ്ടെങ്കിൽ 3 ആവട്ടെ എന്ന് പരിശോധിക്കലാ മുറാദ്. അവൻ കരുതിയത് ഈ തലാഖിൻ ഇത്തഫഖത്തിൽ മദാഹിബു അലാ വുഖൂഇഹി, എല്ലാ മദ്ഹബും ഇത്തിഫാഖാവണം. 3 തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 3 ആയിക്കോട്ട്, അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട പോലും. അങ്ങനെ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലം തത്ലിഖ്
ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പരിശോധിക്കാൻ നിന്നിട്ട് ഫലമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് വിലയിരുത്ത്. എല്ലാ മദ്ഹബ് പ്രകാരവും ഒന്നിച്ചുള്ള ഈ 3 തലാഖ് കൊണ്ട് 3 ആവുന്നുണ്ടെങ്കിൽ എൻ്റെത് 3 ആയിക്കോട്ടെ. ഇന്ന് പരിശോധിക്കാനാവും കൽപ്പിച്ചത്. എന്നാലോ ഇല്ലാ ഇൻ ഇത്ഫഖത്തിൽ മദാഹിബുൽ മുഅ്തദു ബിഹാ അലാ അർജഹ മിമ്മൻ യഖഉ അലൈഹി അസ്സലാസു ഹാലത്ത് തലഫുദ് ബിഹാ. പിന്നെ ഇവ ചൊല്ലിയ ക്രമവും നോക്കാം. എല്ലാ മദ്ഹബും പരിശോധിക്കാം. എല്ലാ മദ്ഹബും ഇതിനെ ശരിവെക്കുന്നുണ്ട്, 3 തന്നെയാണ് എന്ന് ഒത്തൊരുമയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആവുള്ളൂ. അവൻ ഇങ്ങനത്തെ ഒരു നിയത്തും ഇല്ല, എന്ത് തന്നെയായാലും വേണ്ടത്ര തലാഖാവണം, അങ്ങനെയില്ല. എല്ലാ മദ്ഹബും പരിശോധിച്ച് നോക്കിയിട്ട് ആ മദ്ഹബിലെല്ലാം 3 ഉണ്ടെങ്കിൽ എനിക്ക് 3 വേണം, അങ്ങനത്തെ ചിന്തയുമില്ല. കാലിയായ മനസ്സോണ്ട് ഇത് പറഞ്ഞെങ്കിലോ മജാൽ, ചിന്തക്ക് പ്രവേശനം ഉണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഉളരി വരുന്നത് അഹലബു ഈ വാക്ക് പറയുന്നവന്റെ വക്കൽ നിന്ന് അന്തിത്താലിക്കും സലാസൻ അല സായിദിൽ മദാഹിബി, സാധാരണഗതിയിൽ പറയുമ്പോൾ ഖത്തുൽ മഅനൽ അഫ്വലി, തൻജീസ് മാത്രമാണ് വേണ്ടത്ര. എല്ലാ മദ്ഹബിന്റെ പേരും പറഞ്ഞിട്ട് ബസ്സോടെ തലാഖ് കൊടുക്കലാണ്. നല്ല ബൈനത്തിൽ കുബറത്ത് പെണ്ണ് ഞെട്ടലും അങ്ങനെ തന്നെയല്ലേ. മറ്റേത് മടക്കിയെടുക്കാൻ പറ്റുന്ന രൂപയല്ലേ വരുന്നത്, അന്നേരം ഒരു ഞെട്ടിക്കൽ വരുന്നില്ലല്ല. ഈ രൂപത്തിലാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പൊ എന്താവും ഇത്തിലാഖാക്കിയെടുത്ത് 3 ആവും. അതുകൊണ്ട് ഇത്തിലാഖാക്കി പറഞ്ഞ അവന്റെ വാക്ക് ചുമത്തപ്പെടണം ഈ ക്രമത്തിൽ. അവൻ കരുതിയത് സിദ്ധത്തുൽ ഇനായത്താണ്, തൻജീസ് തന്നെയാണ്, മദ്ഹബ് പരിശോധിക്കാനല്ല. എല്ലാ മദ്ഹബുകാർ പോലും ഇതിൽ ശരിവെച്ചിട്ടുണ്ട് എന്ന് അവൻ കൂട്ടി പറഞ്ഞു വന്നേ ഉള്ളൂ. എന്നാല് എത്ര സുമ്മറായിത്തു ശൈഖനാ ജസമ ബിദാലിക. ഇത് പറഞ്ഞ ശേഷം സക്കരിയ അൻസാരി ഉസ്താദിന്റെ കിതാബ് നോക്കി, ഫത്താവ ശൈഖുൽ ഇസ്ലാം, അതിൽ ഇതെന്നെ പറഞ്ഞത്. അവൻ്റെ ഹാലത്ത് നോക്കും, അവൻ്റെ കളി എങ്ങനെയാണ്. പെണ്ണിനെ ഒന്നും അല്ലാണ്ട് കൊലം കടത്തിയിട്ട് അയക്കലായിട്ട് മുറാദ്. അപ്പൊ നിങ്ങൾ മദ്ഹബ് പരിശോധിക്കാൻ നിൽക്കണ്ട, കടുപ്പം കൂട്ടലേ മുറാദ്. ഇപ്പൊ ഇത്തിലാഖിന്റെ നേരത്തെ എത്ര തന്നെയാവും? അതേസമയത്ത് 8-ാം പേജിൽ പറഞ്ഞു എല്ലാ മദ്ഹബും പരിശോധിക്കുകയും ഏതെങ്കിലും മദ്ഹബിൽ ഇതിന് വിരുദ്ധമായ ഖൗല് ഉണ്ടാവുകയും ചെയ്താൽ എനിക്ക് 3 വേണ്ട എന്ന് തന്നെയാണ് ഇവന്റെ ഉറച്ച തീരുമാനമെങ്കിൽ 3 ആവുന്നുണ്ട് അവിടെ. ഈ മസല 59-ലുണ്ട്. ഇതിനേക്കാണ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 59 അത് ഇവിടെ അല്ല പറയേണ്ടത്. ഇടിയുണ്ട് നല്ലോണം കിട്ടുന്നുണ്ടെങ്കിൽ സെന്ററിൽ പോ, ഓടോണില് 59-ൽ 3 തലാഖ് തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ 2 ആളും എടുത്തോളി. അപ്പൊ എത്ര ഓരോരുത്തർക്ക് എത്ര? അന്തുമാ താലിക്കാനി തരാസൻ, ഇതിൽ കുറച്ച് വെള്ളം വെച്ച് അന്തുമാ താലിക്കാനി തരാസൻ 300 റുപ്യ വന്നിട്ട് 2 ആളും എടുത്തോന്ന് പറയുന്നില്ലേ? അപ്പൊ 150 റുപ്യല്ലേ അതിലേക്കാൻ. അതിന്റെ അപ്പുറം മുണ്ടൊന്നുമില്ല ഉസ്താദേ. ഓരോരുത്തർക്കും 3-3 ഓരോരുത്തർക്കും 3-3 അല്ല, 2 ആളും കൂടി 3. 2 ആളും കൂടി 3 പോലെ 1.5 എന്ന് പറഞ്ഞാൽ 2. ഇതെന്താ മസല കിട്ടാത്ത പോലെ? മസല ഒന്നാണ്ടെങ്കിൽ ഈ ചായ കുടിക്കണം, കുടിക്കണം തന്നെ, ഈ പിരെണ്ണം കുടിച്ചോണ്ടിരിക്കണം. നിങ്ങൾ ലേശം കുടിക്കണം. ഒരു ഉണർവ് ഒരു അടുത്തുള്ള അന്തുമാ താലിക്കാനി തലാഖ് 3 തലാഖ് കൊടുത്തിട്ട് പറഞ്ഞ് 2 ആൾ കൊടുത്തോ.
അപ്പൊ ഒരാൾക്ക് ഒന്നരല്ലേ വരുന്നത്. ഒന്നര എന്ന് പറഞ്ഞ തലാക്കുണ്ടാ? ഒന്നര എന്ന് പറഞ്ഞ എത്ര ആവും? 2. ഓരോരുത്തർക്ക് എത്ര കിട്ടി? ഓരോരുത്തർക്ക് എത്ര കിട്ടി? 2 കിട്ടി. 2 കിട്ടിയില്ലേ? അങ്ങനെ 2 കിട്ടും. നേർക്ക് നേരെ അർത്ഥം പറഞ്ഞോ. അന്തുമാ താലിഖാനി എന്ന് പറയുമ്പോ ഓരോരുത്തർക്കും 3 എന്ന മാനയാണ് ഉദ്ദേശിച്ചതെങ്കിലോ, അല്ലെങ്കിൽ അത് അന്നക്കുല്ലതൽക്കത്തിൻ തുവസഅലൈഹിമ, ഓരോ തലാക്ക് പൊളിച്ചിട്ട് അരത്തലാക്ക് അരത്തലാക്ക്, ഇതിൽ നിന്നര ഇതിൽ നിന്നര, അങ്ങനെ പൊളിക്കാനാണ്. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് 3. ഈ 2 സൂറത്താണ് മുറാദെങ്കിലോ ഓരോ ആളുകൾക്കും എന്തുണ്ട്? 3. അങ്ങനെ കരുത്ത്. അത് അന്നക്കുല്ല തൽക്കത്തിൻ അലൈഹിമ, ഓരോ തലാക്കെടുത്ത് ചെയ്താൽ 2 ആളും പിടിച്ചോ. അപ്പൊ ഓരോരുത്തർക്ക് ആരാരെ കിട്ടിയില്ലേ? അപ്പൊ ഈ 2 മസലയിലും എത്ര? 3 തലക്കത്ത് കുല്ലുൻ സലാസ. ഓരോ പെണ്ണിന് എത്രയായി? കഥാകാലമാകും. ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞത്. കണ്ട ഇവിടെ എതിർത്തിട്ടുണ്ട് ചിലർ. ഫഖാല, അവർ പറയുന്നു, ഫീ അംതി വലറതുകി താലിഖു സലാത്ത്. ഇതുപോലത്തെ വേറെ കേസ് കൊണ്ടുവന്നിട്ട് അവിടുത്തെ മസലയാണ് ഇനിയും സ്ഥാപിക്കുന്നത്. അന്തി, നീയും വലറതുകി, എൻ്റെ മറ്റേ ഭാര്യയും താലിഖു സലാത്ത് വലം തുഅലം നിയ്യതുഹു. ഓരോരുത്തർക്കും 3 ആണോ? അല്ല ടോട്ടൽ 3 ആണോ? ഒന്ന് അറിയപ്പെട്ടോ? ഇല്ല. യഖഉ സലാത്തു അലാ കുല്ലി മിൻഹുമാ. എന്താണ്? അന്തി വലറതുകി താലിഖു സലാത്തൻ. ആദ്യത്തേൽ വക്ക അലാ കുല്ലി തൽഖത്താനി എന്നല്ലേ പറഞ്ഞു. അതേസമയത്ത് ഇവിടെയോ അന്തി വലറതുകി താലിഖു സലാത്തൻ. ഒന്നും പറയാതെടുത്ത് എത്ര? 3. എന്താന്ന് പോലും എന്നൽ മഫ്ഹൂമ മിൻഹു, അന്തി വലറതുകി താലിഖു എന്നതിൽ നിന്ന് അറിയപ്പെടുന്നത് മായിഫീദു തലാഖൽ മൂജിബ ലിൽ ബൈനത്തിൽ കുബ്ര. എന്താണ്? അങ്ങേയറ്റം വേർപെടുത്തലാണ് മുറാദ്. എത്ര തന്നെ? അപ്പൊ അലൽ ഇത്ലാഖ് ഇവിടെ പറഞ്ഞെടുത്ത് 3, അന്തുമാ താലിഖാനി എന്ന് പറഞ്ഞെടുത്ത് 2. ഇങ്ങനെയല്ലേ ഇപ്പായത്? ഇവനായത് ഇപ്പൊ കണക്കയിക്കലായി വിടൂല. വഫിൽ ജസ്മി, തീർത്ത് പറഞ്ഞതിലുണ്ട്, ബികൗനി ഹാദാ ഹുവൽ മഫ്ഹൂമ മിൻ ഹാദിഹി. 3 തലാഖാണ് ഇവിടുത്തെ മഫ്ഹൂം. അന്തി വലറതുകി താലിഖ് എന്ന് പറഞ്ഞെടുത്ത് അവിടെ ബയാനൊന്നും വേണ്ട. എന്തായാലും 3 ആണ്. ദൂനൽ ലൂല അന്തുമാ താലിഖാനി, അവിടെ 3 മുറാദല്ല. ഇത്ലാഖിന്റെ നേരത്ത് 3 മുറാദല്ല എന്ന് പറഞ്ഞതിലുണ്ട് നദറുള്ള. എന്തുണ്ട്? അത് ഞാൻ അനുവദിക്കൂല. അത് കണ്ടെത്തലാണത്. അങ്ങനെ ഉണ്ടാൻ പറ്റോ? ഇല്ല. ബൽ അൽ വജുഹു അന്നഹു അംതി വലറതുകി എന്ന് പറഞ്ഞതും മുഹ്തമിലുൻ ലഹു വലി മുഖാബിലിഹി, ലഹു വലി മുഖാബിലിഹി. 3 ആവാനും 2 ആവാനും 2നും സാധ്യത എവിടെയുമുണ്ട്. അന്തി വലറതുകി താലിഖിലും ഉണ്ട്. എവിടെ ഉള്ളതുപോലെ തന്നെ. അപ്പൊ അവിടെ ഉള്ളതുപോലെ തന്നെ ഇടിയും വരുള്ളൂ. ഇവിടെ ആയിട്ട് പ്രത്യേക ഒരു കർശനൊന്നും വരില്ല. അന്തി വലറതുകി താലിഖ് എന്ന് പറഞ്ഞ അന്തുമാന്നായിന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് വഫിൽ ജസ്മി ബികൗനി ഹാദാ, 3 തലാഖിന് അവകാശപ്പെട്ടതാണ്. മിനാദി എന്ന് പറഞ്ഞാൽ അന്തി വലറതുകി അവിടെ 3ന് അവകാശമുണ്ട്. ദൂനല്ലൂല അന്തുമാ താലിഖാനി സലാസൻ, അവിടെ നേർക്ക് നേരെ 1ന് അവകാശം ഇല്ല. 3 കരുതിയെങ്കിലേ 3 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിൽ നദറില്ലേ? എല്ലാം ബാത്തിൽ മർദൂദല്ലേ? ഇങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെയാ? അന്നഹു
അന്തി വദറതുകി എന്ന പദം മുഅ്തമിലുൻ ലഹു ബൈനൂനത്തിനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. എവിടെ സാധ്യത ഉള്ളതുപോലെ? ഉള്ളതുപോലെ. ബിനാഗൻ എന്താ സാധ്യത വരാൻ കാരണം? ഇജ്മാൽ ബഅദ തഫ്സീൽ. ഇജ്മാൽ തഫ്സീൽ. ഇജ്മാൽ മൊത്തം പറയൽ എന്തിന് ശേഷം? തഫ്സീലിന് ശേഷം. ഇജ്മാൽ എന്ന് പറഞ്ഞാൽ 3, തഫ്സീലോ അന്തി വദറതുകി എന്നാണ്. അന്തുമ എന്നതാണ് 1-ാം സൂറത്തിൽ. കണ്ടാ ഇജ്മാൽ വന്നാൽ എന്തിനു ശേഷം? തഫ്സീലിന് ശേഷം. ഇവിടെ ഏതാ തഫ്സീല്? ഇജ്മാല് 3. ഈ 3 എന്ന് പറഞ്ഞത് കൊണ്ട് തിരിയുന്നില്ല. ഓരോരുത്തർക്കും 3 ആണോ, രണ്ടാൾക്കും കൂടി 3 ആണോ? അതാണ് ഇജ്മാൽ. തഫ്സീലോ അന്തി വദറതുകി. ആദ്യത്തേല് അന്തുമാൻ എണ്ണം പഠിപ്പിക്കൽ. ഇജ്മാലിന് ശേഷം തഫ്സീൽ വന്നാൽ ഹൽ യുനസലു അതിനെ ഇറക്കപ്പെടുമോ? അല്ലൽ കുല്ലി തഫ്സീലിഹി. എന്തിന്റെ മേലെ? അല്ലൽ കുല്ലി തഫ്സീലിഹി. എന്താ തഫ്സീലിയായ കുല്ലി എന്ന് പറഞ്ഞാൽ അലാ കുല്ലി വാഹിദിൻ മിന സൗജത്തൈനി. അങ്ങനെ സങ്കല്പിക്കണമോ? വേന അല്ല, മജ്മൂഇന്റെ മേലെ സങ്കല്പിക്കൽ. അതാണ് ഇജ്മാലിഹി. ഇതിനെ അർത്ഥം വെക്കേണ്ടത് കുല്ലി തഫ്സീലിയാക്കിയിട്ടാണോ? കുല്ലു വാഹിദിൻ വാഹിദിൻ വാഹിദ് എന്നാണോ? അതിലെ കുല്ലു തഫ്സീലിഹി. കുല്ലി തഫ്സീലിയാകലുണ്ട്, ഓരോരുത്തരുടെ മേത്തും കുല്ലി വരും. ഇനി ഇജ്മാലിയോ മൊത്തത്തിൽ ഒരു കുല്ല്. ഏതാണ് നടത്തേണ്ടത്? ഇവിടെ തന്നെ അടിയില്ലേ? അടി നടക്കുന്നുണ്ട്. വൽ വജ്ഹു ഹുനാ സാനി. എന്താ ഇജ്മാലി നടത്താനേ അധികാരമുള്ളൂ. ഇജ്മാലിയ നടത്തേണ്ടത്. ഇല്ലായി കാമത്തിൽ കരീനത്തുള്ളാഹി അലൽ അവ്വലി. തഫ്സീലി തന്നെ നടത്തണം എന്ന് പ്രത്യേകം ഇൻഡിക്കേഷൻ ഉണ്ടായാൽ അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തർക്കമില്ല. ഒന്നും അറിയിക്കുന്നില്ലെങ്കിൽ നമ്മള് കണക്ക് പോലെ പെരുമാറിയാൽ മതി. കരുചന്തയാക്കണ്ട. കുല്ലുവാഹിദിന്റെ മേലും എന്ത് ചുമത്തണ്ട? 3 ചുമത്തണ്ട. തഫ്സീലിയാക്ക്, ഇജ്മാലിയാക്ക്. എന്താക്കണ്ട? തഫ്സീലി തന്നെ ആക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രത്യേകമായ ഇൻഡിക്കേറ്റർ ഉണ്ടോ? എന്താക്കണ്ടി? ബഹുന ഇവിടെ എന്താ? അസുലുവക്കായി വിസ്മത്തി, വിവാഹബന്ധത്തിൽ നിന്ന് വല്ലതും ബാക്കിയാകൽ എന്ന അസലി സാനിയ ഏതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്? ഇജ്മാലിയാക്കാൻ. എന്തെങ്കിലും വിവാഹബന്ധം അവിടെ ബാക്കി ഉണ്ടായിക്കോട്ടില്ലേ? എല്ലാം എന്തിനാ തീർക്കുന്നു? ഈ ഭക്ഷണം കൊണ്ടുവന്നാല് എല്ലാം തിന്ന് തീർത്തിട്ട് പാത്രം കഴുകി തിരിച്ചു കൊടുക്കണം. വഹീത്ത് വേണ്ടേ? അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാല് തലാഖ് ചൊല്ലി എന്തെങ്കിലും അവിടെ ബാക്കി നിൽക്കലല്ലേ അസുലി. അപ്പൊ എന്താ വേണ്ടി? ഇജ്മാലിയാക്കി മാറ്റണം. ഫഹുവക്കമായ എത്തി. അപ്പൊ ഏതുപോലെയായി? ഫഹുവക്കമായ എത്തി. 50-ാം പേജിൽ ഏതാ? 50-ാം പേജിൽ 3-ാം പേജ് മനക്കി 50. അന്തി താരിഖുൻ കാൽഫിൻ. അന്തി താരിഖുൻ കാൽഫിൻ എന്ന് പറയുമ്പോഴേക്ക് തലാഖ് 3 ആയി. 50-ാം പേജ് നോക്ക്. അടുത്ത പറഞ്ഞ 50-ൽ ഇല്ലെങ്കിൽ 1 ആകുന്നുള്ളൂ. കാരണം കാൽഫിൻ എന്ന് പറഞ്ഞത് അത് ഓന്റെ വഴിക്ക് പോയിക്കോട്ട്. അന്തി താരിഖുൻ കാൽഫിൻ എന്നാ പറഞ്ഞത്. അവിടെ എന്താ മാറ്റമാക്കിയത്? ഇന്ന വായനം ബദലാകും. 3 തന്നെ വേണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്താവും? ഇല്ലെങ്കിൽ കാൽഫിൻ എന്ന് പറഞ്ഞത് നമ്മൾ പരിഗണിക്കണ്ട, നിങ്ങൾ കണക്ക് പോലെ വെച്ചാൽ മതി. അന്തി താരീഖും കൊണ്ട് എത്രയാകും? 1. കാൽഫിൻ എന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കളിയുണ്ടോ? അതേപോലെ നിങ്ങൾ ആളുടെ മേപ്പെട്ട് വീകണ്ട. അന്തി താരീഖും കാൽഫിൻ എന്ന് പറഞ്ഞത് കൊണ്ട് 3 തലാഖാക്കിനോ? അൽഫ് എന്നെല്ലാം പറഞ്ഞ് ഞെട്ടിച്ചിട്ടു തലാഖം തന്നെയല്ലേ ഉള്ളൂ. പിന്നെ 3 ആക്കിയതപ്പോ 3 കരുതിയ വകയിൽ കാൽഫ് പറഞ്ഞ വകയില്ല. 50-ാം പേജിലില്ലേ? എന്താ 2 തലാഖേ ഉള്ളൂ. എന്തായാലും ഇത്തിലാക്കി
ഈ സൂറത്തൈനി നിങ്ങൾ പറഞ്ഞ 2 സൂറത്തിൽ ഏതാ 2 സൂറത്ത്? അന്ത് പറഞ്ഞാലും വേണ്ടി നിങ്ങൾക്ക് അധികം പഠിക്കണമെന്നുണ്ടോ? ഇത് വർക്ക് ഷാപ്പല്ല ഇത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെന്റർ പോകും. ഈ മസ്അലക്ക് മുന്നിൽ വരാനുണ്ട് മസീദുൻ, വല്ലാത്ത വർധനവുണ്ട്. 59-ാം മിനിറ്റിൽ പറഞ്ഞിട്ട് മുടിയുന്നുണ്ട്. അതുകൊണ്ട് വിഷയം അവസാനിപ്പിക്കും. നമുക്ക് ഇവിടെ ഇത്രേ പറയാൻ പറ്റുള്ളൂ. അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. 59 ഇതില്ലേ? ഇപ്പൊ ഖൗലു ശൈഖൈനി റാഫി ഇമാമിന്റെയും നവവി ഇമാമിന്റെയും ഖൗലി അനിൽ ബൂസജി ഫഖീഹിന്റെ അളവാണ്. ബൂസജി ഇമാമിനെ തൊട്ട് ഫീ അന്തി താലിഖുൻ സലാസൻ, ഒരാൾ തലാഖ് കൊടുത്തു പോലും എത്ര? അന്നേരം പറയുന്ന മതി പകുതി കുറക്കുന്നു. അല്ലാ എത്ര? അന്തി താലിഖുൻ സലാസൻ പകുതി കുറക്ക്. ഒന്നര എന്തിന്റെ പകുതി? 1 തലാഖിന്റെ പകുതി എന്നോ ഇപ്പൊ പറഞ്ഞ 3 തലാഖിന്റെ പകുതി എന്നോ കുറക്കാൻ പറഞ്ഞത്? സിപ്പായി അയാൾ വരാൻ ചെയ്തു തരുന്നില്ല. അന്തി താലിഖുൻ സലാസൻ ഇല്ല നിസ്ബൻ എന്നാ പറഞ്ഞത്. 3 തലാഖ് തന്നെന്ന് അന്നേരം പറയുന്നത് 3 തലാഖ് ഫുള്ളില്ല, പകുതി കുറച്ചോ. പകുതി എന്ന് പറഞ്ഞാൽ 1 തലാഖിന്റെ പകുതിയാ കുറക്കുന്നത്. 1 തലാഖിന്റെ പകുതി കുറച്ചാൽ 2.5 തലാഖായി. അപ്പൊ 3 അല്ല 3 തലാഖിന്റെ ടോട്ടലിൽ നിന്ന് പകുതി അപ്പൊ 2 അവിടെ ഏറ്റുമുട്ടിയാൽ യഖൗ തൽഖത്താനി എന്നാ പറഞ്ഞ് സമാധാനം കൊണ്ടാ വിധിച്ചത്. എന്ത് കരുജന്ത കൊണ്ടല്ല, അല്ലെങ്കിൽ 3 ആയി പോകും. കാരണം ആരെ കുറച്ചിട്ടും പറയില്ല. 2.5 എന്ന് പറഞ്ഞാൽ 3 ഇതിൽ തീന്ന ഐ ഇല്ല നിസ്ഫഹുന്ന എന്നാ നോക്കേണ്ടത്. 3 തലാഖിന്റെ നിസ്ഫൊഴികേ അങ്ങനെ വെച്ചിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഇത്ര തലാഖേ ആയിട്ടുള്ളൂ. ഇത് സാനിയ നമ്മളെ മസലയിലും സാനിയ 2 തലാഖേ ആവുള്ളൂ, 3 ആവൂല എന്നതിന് എന്താക്കുന്നുണ്ട്. പക്ഷേ അവിടെ സമരം കൊണ്ടുവരാം. ഇല്ല ഇഫ്രഖ അല്ല അബുദി മറുപടി പറഞ്ഞാൽ ഒഴികെ എന്ത് എന്നൽ ഇസ്തിസ്ന കൊടുക്കുമ്പോൾ തന്നെ വൈനൂനത്തും കുഫറ ഈ പെണ്ണിന് ഞാൻ കൊടുക്കൂല എന്നായില്ലേ? അല്ലെങ്കിൽ ഇസ്തിസ്നായിന് ഒരുങ്ങോ? പക്ഷെ ഇസ്തിസ്ന ചെയ്തത് വേണ്ട പോലെ ആയിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഇസ്തിസ്നായിന്റെ കളി കാണുമ്പോൾ തന്നെ ഒരു റഹ്മത്തിന്റെ നോട്ടം ഇല്ലേ? വൈനൂനത്ത് കുഫറ ചിന്ത ഇല്ല എന്നായി. അപ്പൊ ഇല്ലാ നിസ്ബ എന്ന് പറഞ്ഞത് അങ്ങോട്ടേക്ക് തന്നെ വടക്ക് വൈനൂനത്ത് വരാത്ത രൂപത്തിൽ 3ന്റെ പകുതിയും നമ്മളെ മസലയിൽ എന്താ ഒരു റഹ്മത്ത് ചെയ്യേണ്ട ചിന്താഗതി ഉണ്ടാ. അപ്പൊ എന്താകണോ? വൈനൂനത്ത് കുഫറ വരുന്ന രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയായി. പക്ഷെ അത് വൈതാണ് ഇങ്ങനെ പറയല്. ഇങ്ങനെ പത്ത് പറഞ്ഞാൽ നമുക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. ഇസ്തിസ്നാവ് റഹ്മത്തിന്റെ അടയാളമാണ്. ഇസ്തിസ്ന തുടങ്ങുമ്പോൾ തന്നെ വൈനൂനത്തും കുഫറക്ക് ഇവന് കൂടിയില്ല എന്ന് കിട്ടിയില്ലേ? അതുകൊണ്ടാണ് ഇല്ലാ നിസ്ബൻ എന്ന് പറഞ്ഞത്. എങ്ങോട്ടേക്ക് മടക്കിയത്? 3ലേക്ക്. 2 തലാഖായി. അതേ സമയത്ത് നമ്മളെ മസലയില്ലേ അന്തിമാതാലിക്കാനിയും അന്തിമതർണത്ത് താലിക്കാനി ആടെ ഒരു കൃപ കാണിക്കേണ്ട ഒരു കളി കാണുന്നുണ്ടോ? അപ്പൊ ആടെ നേർക്കന്നെ ചുമത്ത് എത്രവും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റോ? ഇല്ല. എന്തെങ്കിലും മസല